ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഗിവ് അവേൻ്റെ സമ്മാന പരിപാടി നടത്തുന്ന ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഡിസംബർ 15-നാണ് നമ്മളെ ഗിവ് അവേയുടെ നറുക്കെടുപ്പ് നടത്തുന്നതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ഇവിടെ എത്തിയിട്ടുള്ളത്. അബ്ഷർ, മിഥിലാജ്, ഇവർ രണ്ടാളുമാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളെ നറുക്കെടുപ്പ് ഇവിടെ നടത്താൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഡിസംബർ 15-ന് ഇത് നടത്താനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടെന്ന്. അപ്പോൾ ആ കാരണം കൂടി ഇപ്പോൾ റിവീൽ ചെയ്യാൻ പോവാണ്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോളിലെ എക്കാലത്തെയും ലെജൻഡറി താരമാണ് ബൈച്ചുങ് ഭൂട്ടിയ. ഇന്ന് ബൈച്ചുങ് ഭൂട്ടിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഡിസംബർ 15 ബൈച്ചുങ് ഭൂട്ടിയയുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് നമ്മൾ ഈ ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. സോ നമ്മളെ ഇന്ത്യയിലെ എക്കാലത്തെയും പ്രതാപനായ ക്യാപ്റ്റന്, ഇന്ത്യൻ ഫുട്ബോളിലെ എന്താ പറയുക ടോർച്ച് ബിയറർ എന്നൊക്കെ പറയുന്ന നമ്മളെ ബൈച്ചുങ് ഭൂട്ടിയയ്ക്ക് വേണ്ടി ഇത് സമർപ്പിക്കുകയാണ് ഈ എപ്പിസോഡ്. സോ ഹാപ്പി ബർത്ത്ഡേ ബൈച്ചുങ് ഭൂട്ടിയ. നമ്മളെ പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മളെ വീഡിയോയിൽ ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 4 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, പിന്നെ മറ്റേ പറയാ ഇനി സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുക, പിന്നെ കമൻറ്റിൽ 5 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത ആളുകളെ മാത്രമേ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഉൾപ്പെടുത്തുന്നതന്നെ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത് കമൻറ്റുകൾ ഡ്രാഗ് ചെയ്തിട്ട് അതിലുള്ള ഭാഗ്യശാലിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ വീഡിയോൻ്റെ ഇപ്പോഴത്തെ ഒരു കിടപ്പ് വെച്ച് നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നമുക്ക് സ്റ്റോറിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ നമ്മളെ പോസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ കൂടുതൽ പരിഗണിക്കുക. കാരണം സ്റ്റോറി മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ സ്റ്റോറി മെൻഷൻ ചെയ്ത ആളുകളുടെ ആ ഒരു ലിസ്റ്റ് വെച്ചിട്ട് അതിൽ നിന്നും ഭാഗ്യമുള്ള 10 ആളുകളെ ആണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മളെ നറുക്കെടുപ്പ് നടത്തുന്നത്. ഇനി പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ ആദ്യത്തെ ഗിവ് അവേ ആണ് ഇത്. പരമാവധി സത്യസന്ധമായിട്ട് തന്നെ ഏറ്റവും ഭാഗ്യശാലിക്ക് കൊടുക്കാൻ തന്നെയാണ് നമ്മളെ തീരുമാനം. അപ്പോൾ നമ്മളെ നറുക്കെടുപ്പ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് ക്യാമറ കട്ട് ചെയ്യാതെ കാണിച്ചു തരും. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട, വളരെ പെർഫെക്ഷനോട് കൂടി നമ്മളത് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതിലുള്ള യഥാർത്ഥ വിജയിക്ക് തന്നെയാണ് സമ്മാനം കിട്ടുക. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോസസ്സിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം ഈ ഒരു ലിസ്റ്റ് ഡ്രാഗ് ചെയ്ത് 10 ആളുകളെ തിരഞ്ഞെടുക്കും. ആ 10 ആളുകളെ നമ്മൾ മെൻഷൻ ചെയ്ത് വെക്കും. എന്നിട്ട് അവരുടെ പേരിൽ നറുക്കെടുത്തിട്ട് ഓരോ ആൾക്കും ഓരോ നറുക്ക് വെച്ചിട്ട് ആ നറുക്കുകൾ കുലുക്കി അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ സമ്മാനം കൊടുക്കുക. എന്നിട്ട് അയാളെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും. അയാൾ നമ്മുടെ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കും. എന്തായാലും നമുക്ക് നറുക്കെടുക്കുമ്പോൾ ഒരു 3 ആൾക്കാരെ എടുത്തു വെക്കാം. ഓക്കെ, 1, 2, 3 ആൾക്കാരെ നമുക്ക് എടുത്തു വെക്കാം. എന്നിട്ട് അതിൽ ആദ്യത്തെ ചാൻസ്, അതായത് 1ാം സമ്മാനം കിട്ടുന്ന ആൾക്ക് അയാൾ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ അയാൾക്ക് കൊടുക്കുകയുള്ളൂ. അയാൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ 2ാമത്തെ ആളെ പരിഗണിക്കും. ഇനി 2ാമത്തെ ആളും ക്വാളിഫൈഡ് അല്ലെങ്കിൽ 3ാമത്തെ ആളെ പരിഗണിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നറുക്കെടുപ്പ് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലോട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത സ്റ്റോറി ഇട്ട ആളുകളെ ലിസ്റ്റായി കാണുന്ന ഫോണിൽ മെസ്സേജസിലുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു. ഞാനിവിടുന്ന് ആൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് സ്റ്റോപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. സ്റ്റോപ്പ് പറയുന്ന സമയത്ത് ആരുടെ നേരക്കാണോ ആളുടെ അബ്ഷറിൻ്റെ കൈ ഇരിക്കുന്നത് അവരെ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. അങ്ങനെ 10 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. ഈ 10 പേരെ നമ്മൾ ഒരു ഗ്രൂപ്പാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ 3 ആളുകളെ സെലക്ട് ചെയ്യും. ഈ 3 ആളുകളും ആദ്യത്തെ ആൾ ഈ പറഞ്ഞ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആകുന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെയാണ് സമ്മാനം. അതല്ലെങ്കിൽ 2ാമത്തെ ആളിലോട്ട് പോകും. 2ാമത്തെ ആളുകളും സാറ്റിസ്ഫൈ അല്ലെങ്കിൽ മാത്രമേ 3ാമത്തെ ആളിലേക്ക് പോകുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അബ്ഷർ റെഡി അല്ലേ? യെസ്, സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഫോൺ എടുക്കരുത്, ഫോൺ ഫ്രെയിമിൽ നിന്ന് എടുക്കരുത്, ഫോൺ ഫ്രെയിമിൽ കാണിച്ചു കൊടുക്കേ. ഓക്കെ, മുഹമ്മദ് ഇർഷാൻ വി അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോട്ടിൽ വിജയിച്ചിരിക്കുന്നത് മുഹമ്മദ് ഇർഷാൻ വി. ഓക്കെ, നെക്സ്റ്റ്. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഫോൺ എടുക്കരുത്, ഞാൻ പറയാം. വിഷ്ണു ഇ ജെ. ഓക്കെ, നെക്സ്റ്റ്. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഓക്കെ, ഞാൻ പറയാം. ദിനു അബ്ഹാൻ. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റോപ്പ്.
ഓക്കെ. ഷഹീലോ സഹീലോ അറബിയിലാണ് എഴുതിയിട്ടുള്ളത്. സഹീൽ. ഓക്കെ. സഹീൽ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഓക്കെ. മുഹമ്മദ് റിനാദ്. മുഹമ്മദ് റിനാദ്. സ്റ്റാർട്ട്. അത് ഈ നോക്കിക്കോ ഫോണിൽ, കുഴപ്പമൊന്നുമില്ല. ഈ ഫോണിൽ നോക്കിക്കോ. സ്റ്റോപ്പ്. വൈറ്റ് സ്മോക്ക്. വൈറ്റ് സ്മോക്ക്. അപ്പൊ നിലവിൽ 6 ആളായിട്ടുണ്ട്. നെക്സ്റ്റ്. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഓക്കെ. എന്താണ് ഷഹറുദ്ദീനോ? ഷഹറുദ്ദീൻ എന്നായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? ഷഹറുദ്ദീൻ. ഓക്കെ. ഷഹറുദ്ദീൻ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. വാവ്. അലോക് കൃഷ്ണ. അലോക് കൃഷ്ണ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. റയീസ് വാളാട്. യെസ്. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഓക്കെ. എന്താ സ്റ്റാക്ക് വായിക്കാമോ? മുഹമ്മദ് സിനാൻ. അപ്പൊ 10ാമത്തെ ആളെ പേരാണ് മുഹമ്മദ് സിനാൻ. ഓക്കെ. ഇനി ഓക്കെ, ഒരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ. ഓക്കെ. ഇതിപ്പോ നമുക്ക് വന്ന റിക്വസ്റ്റുകളാണല്ലോ, നമ്മൾ ഫോളോ ചെയ്യാത്ത അക്കൗണ്ടുകളാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫോളോ ചെയ്തതോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തതോ ആയ അക്കൗണ്ടുകൾ വേറെ ഉണ്ട്. അവരും സ്റ്റോറി മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിൽ കാണൂലല്ലോ. അപ്പോൾ ആ ലിസ്റ്റ് എങ്ങനെ എടുക്കും? അപ്പോൾ ഓൾറെഡി നമുക്ക് വന്ന റിക്വസ്റ്റുകളിൽ നിന്നാണ് ഈ 10 പേരുകൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓൾറെഡി നമ്മളെ പ്രൈമറി അതുപോലെ തന്നെ ജനറൽ ലിസ്റ്റിൽ നമ്മൾ ഓൾറെഡി മെസ്സേജ് അക്സെപ്റ്റ് ചെയ്ത ആളുകളുണ്ട്. അവരെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു 8 ആളുണ്ട്. അവരെ ടോട്ടലി നമ്മൾ ഇങ്ങ് എടുത്തിട്ട് അതിൽ നിന്നും 2 ആൾക്കാരെ ലോട്ടിലൂടെ തിരഞ്ഞെടുക്കും. ആ 2ഉം നമ്മളെ ഈ 10ൻ്റെ കൂടെ മത്സരിച്ച് ആ മൊത്തം 12 നറുക്കുകൾ നമ്മൾ ലോട്ടെടുക്കും. ആ ലോട്ടിൽ നിന്നും കിട്ടുന്ന ഒരാൾക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു, വ്യക്തമായി മനസ്സിലാക്കിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ആ ലിസ്റ്റും കൂടി എടുത്തിട്ട് അതിലുള്ള കുറഞ്ഞ ആളുകളോ 4 ആളുകളായിട്ടേ ഉള്ളൂ. ഓക്കെ. ആ 4 ആളുകൾ പരിഗണിക്കുന്നു. ഓക്കെ. ആ 4 ആളുകളുടെ ഈ ലോട്ടിലേക്ക് ഉൾപ്പെടുത്തിയാൽ പോരെ? ഓക്കെ. ഈ ലോട്ടിലേക്ക് ആ 4 ആളുകൾ ഉൾപ്പെടുത്തുന്നു. ഒന്ന് പേര് പറയാമോ? നോക്കിയിട്ട് പറഞ്ഞു കൊടുക്ക് പേര്. അമീൻ കോയ. ഡിനോ. ആഷിഫ് എസഡ്. ക്രിസ്റ്റോമോൻ. ഓക്കെ. ഒരാളുകൂടി. ഓക്കെ. തെൻസീൽ അബ്ബാസ്. ഇഹ്സാൻ ടെക്കി. അതേ ഒറ്റ ഒരാളുണ്ട്. നസീം സബ. സുഹൈൽ. ഇനിയുണ്ടോ? ഓക്കെ. കഴിഞ്ഞു. അപ്പോൾ ടോട്ടൽ എത്ര പേര്? ടോട്ടല് 18 ആള്. 18 ആള്. ഓക്കെ. ഇത് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് 8 നറുക്കുകളാണ്. നമ്മളെ പ്രൈമറി ജനറൽ വിഭാഗത്തിൽ, അതായത് നമുക്ക് ഓൾറെഡി മെസ്സേജ് നമ്മൾ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത 8 ആൾക്കാർ നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആ 8 ആൾക്കാരുടെ പേരിലുള്ള 8 നറുക്കുകളാണിത്. ഇതിൽ നിന്നും 2 ആളുകളെയാണ് നമ്മളെ 10ൻ്റെ കൂടത്തിലേക്ക്, അതായത് നമ്മളെ ഓൾറെഡി നമ്മൾ റിക്വസ്റ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് വെച്ച 10 ആളുണ്ടല്ലോ, ആ 10 നറുക്കിലേക്ക് ഇതിൽ നിന്നും 2 നറുക്കുകൾ കൂടി ചേർക്കും. അപ്പോൾ നമ്മളെ നറുക്കെടുപ്പും ഒരു ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നറുക്കെടുപ്പ് തന്നെയാണ്. കാരണം നമ്മളൊരു സോക്കർ ചാനലാണല്ലോ. സോ നറുക്കെടുപ്പും നടത്താൻ പോവാണ്. ഓക്കെ. നമ്മൾ ഈ ഒരു ബോളിൻ്റെ മുകളിൽ 8 നറുക്കുകളും വെക്കുന്നത്. ഓക്കെ. അതൊക്കെട്ടെ. 8 നറുക്കുകളും വെക്കുന്നത്. ഇത് കിക്ക് ചെയ്ത്. ഓക്കെ.
അനുസരിച്ച് ഇനി ഇതിൽ നിന്നും 2 എണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? കാണുന്നില്ലേ? ഓക്കെ, റെഡി. ഓക്കെ, ഒന്ന് ദൂരത്ത്. സോ ഞാൻ നോക്കുന്നില്ല, കണ്ടോളൂ. എന്താണ്? ആഷിഫ് എ സെഡ്. ഓക്കെ, ആഷിഫ് എ സെഡ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത്. ഇനി മറ്റൊന്ന് നസീം സബാഹ്. ഓക്കെ, അപ്പോൾ ഈ 2 പേരുകൾ കൂടി നമ്മൾ പുതിയ നറുക്കുകളായിട്ട് ആ ഒരു ലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ ചേർക്കും. എന്നിട്ട് നമ്മളെ ഫൈനൽ നറുക്കെടുപ്പ് നടക്കാൻ പോവാണ്. ഓക്കെ, അടുത്ത ഘട്ടം. അപ്പോൾ നമ്മളെ ഫൈനൽ ഘട്ട വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. ഇതിൽ 12 ആളുകളുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ച 10 ആളും പിന്നെ പ്രൈമറി അതുപോലെ ജനറൽ കാറ്റഗറിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള 2 ആൾക്കാരും. ടോട്ടൽ 12 ആൾക്കാരെ നറുക്കുകളാണ് ഇത്. സോ ഇത് വേണം, എണ്ണൊന്നും വേണ്ടല്ലോ, ഇതിങ്ങനെ തന്നെ കാണിക്കാം. ഓക്കെ, സോ ഇതാ 12 നറുക്കുകളുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ബോളിൽ വെച്ചിട്ട് കിക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പക്ഷേ അതിലൊരു കാര്യമുള്ളത്, ഇതിൽ നിന്ന് നമ്മൾ 3 ആളെ സെലക്ട് ചെയ്യും. ആദ്യത്തെ സെലക്ട് ചെയ്യപ്പെടുന്ന ആളെ നമ്മൾ കാണിച്ചു തരും. അയാൾ നമ്മളെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പിന്നീട് ചെക്ക് ചെയ്യും. എന്നിട്ട് അയാൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അയാളെ ഒഴിവാക്കും. സെക്കൻഡ് ലോട്ട് വീണ ആൾക്ക് കൊടുക്കും. ഇനി അയാൾക്കും കിട്ടി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ 3-ാമത്തെ ആളെ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, 3 ആളും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ആവാതിരിക്കട്ടെ. ഓക്കെ, സോ നമ്മൾ പോവാണ്. ഓക്കെ, ഏടാ ഒക്കെ വീണടാ. 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, മിഡ് ഗ്രൗണ്ട് അടക്കം കിട്ടിക്കോട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഓരോരുത്തർ നമുക്ക് ഓരോരുത്തർക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ആളെ ഒന്നാമത്തെ ആളെ അഭിഷറായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. 2-ാമത്തെ ആളെ മിഥിലാജ് സെലക്ട് ചെയ്യും. 3-ാമത്തെ ആളെ ഞാൻ സെലക്ട് ചെയ്യും. അപ്പം ഞാൻ എടുക്കുന്ന ആൾ 3-ാമത്തേതായിരിക്കും. ഓക്കെ, 2-ാമത് എടുക്കുന്ന ആൾ 2-ാമത്തായിരിക്കും. 3-ാമത് എടുക്കുന്ന ആൾ 1-ാമത്തായിരിക്കും. സോ ഞാൻ 3-ാം സ്ഥാനക്കാരനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. നസീം സബ. 2-ാമത്തെ ആളെ സെലക്ട് ചെയ്യാൻ മിഥിലാജ് വാ. 2-ാമത്തെ ആളെ ആഷിഫ് എ സെഡ്. ഓക്കെ, നെക്സ്റ്റ് 3-ാമത്തെ ആള്. മൂന്നാമത്തെ അഭിഷറാണ് എടുക്കുന്നത്. ഓക്കെ, മുഹമ്മദ് സിനാൻ is the winner of giveaway. ഓക്കെ, അപ്പോൾ മുഹമ്മദ് സിനാനാണ് നമ്മളെ ഗിവ് അവേൻ്റെ വിന്നർ, മുഹമ്മദ് സിനാൻ. അപ്പം മുഹമ്മദ് സിനാൻ്റെ അക്കൗണ്ട് ഇപ്പോൾ കാണിച്ചു തരാം, ഏതാണ് മുഹമ്മദ് സിനാൻ എന്നുള്ളത്. അഭിഷേക് ആ അക്കൗണ്ട് എടുത്ത് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ആൾ മുഹമ്മദ് സിനാൻ, നമ്പർ 1 ഇതാണ്. ഓക്കെ, ഇനി ഇയാളത് ഓക്കെ ആണെങ്കിൽ ബാക്കിയൊന്നും ആലോചിക്കാനില്ല. നമ്മളെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യണം, ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ 5 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്ത് കമൻ്റ് ഇട്ടിട്ടുണ്ടാവണം. അത്രേ ഉള്ളൂ കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ സിനാൻ്റെ നോക്കിയിട്ട് നമ്മളെ വിജയിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.